നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ദിവ്യ ദേവദാസ്. ഞാൻ ഒറ്റപ്പാലത്ത് കപ്പൂർ ഡെൻ്റൽ ആൻഡ് ഓർത്തോഡോണ്ടിക് ക്ലിനിക്കിൽ ഡെൻ്റൽ സർജനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിനെ പറ്റിയാണ്. എല്ലാ അച്ഛനമ്മമാർക്കും ഉള്ളൊരു സംശയമാണ് എപ്പോൾ തൊട്ടാണ് കുട്ടികളുടെ പല്ലുകളെ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടതെന്ന്. അപ്പോൾ ഒരു കുട്ടിക്ക് ആദ്യമായി ഓറൽ ക്യാവിറ്റിയിൽ പല്ല് മുളയ്ക്കുന്നത് നോർമലി ഒരു 6 മാസം പ്രായമാകുമ്പോഴാണ്. ചില കുട്ടികൾക്ക് അത് പിന്നെയും ഒരു 4 to 6 months പിന്നെയും ഡിലേഡ് ആയിട്ട് കാണാം. ദാറ്റ് ഇസ് സ്റ്റിൽ നോർമൽ. ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പല്ല് മുളയ്ക്കുന്ന കേസസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പല്ലുകളിലെ നഴ്സിംഗ് ബോട്ടിൽ കേരീസ്. നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ പാല് കുടിച്ച് ഉറങ്ങുന്ന ഒരു കുട്ടിക്ക് പല്ലിൻ്റെ സർഫസസിലൊക്കെ പാലിൻ്റെ അംശം തങ്ങി നിന്നിട്ട് അവിടെയൊക്കെ കേട് വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ് ഒരു പാൽ കുടിച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് പല്ലിൻ്റെ സർഫസൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാൽ കുടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പാല് സർഫസിലൊന്നും നിന്ന് അത് പിന്നെ ബാക്ടീരിയ ആക്ട് ചെയ്ത് കേട് വരാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ പേരൻസിനൊക്കെ ഉള്ളൊരു തോന്നലാണ് പാൽപ്പല്ലല്ലേ, പെർമനൻറ്റ് പല്ല് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നുള്ളത്. പക്ഷേ പാൽപ്പല്ലും നമ്മുടെ പെർമനൻറ്റ് പല്ലുകളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കേസസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പാൽപ്പല്ല് കേട് വന്ന് അതിൻ്റെ പഴുപ്പ് വേരിലേക്ക് ഇറങ്ങി വേരിൻ്റെ അറ്റത്തുള്ള പെർമനൻറ്റ് പല്ലുകളിനെയും അത് ബാധിക്കുന്നത്. അതുമാത്രമല്ല 6 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വായിൽ പാൽപ്പല്ലുകളും ഉണ്ടാവും, പെർമനൻറ്റ് പല്ലുകളും ഉണ്ടാവും. ഏകദേശം ഒരു 6 വയസ്സാവുമ്പോൾ നമ്മുടെ പാൽപ്പല്ലുകളുടെ ഏറ്റവും പിന്നിലായിട്ട് ഒരു അണപ്പല്ല് മുളയ്ക്കും. അതാണ് നമ്മുടെ വായിൽ മുളയ്ക്കുന്ന ആദ്യത്തെ പെർമനൻറ്റ് അണപ്പല്ല്. അത് നമ്മളെ ലൈഫ് ലോങ് ചവയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പല്ലാണ്. അപ്പോൾ ഈ പാൽപ്പല്ലുകളിലുള്ള പോടിൽ ഭക്ഷണം ചെന്നിരുന്ന് അത് അതിൻ്റെ തൊട്ട് പിന്നിലുള്ള ഈ പല്ലുകളിനെയും ഒക്കെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളെ ജീവിതകാലം മുഴുവൻ ഹെൽപ്പ് ചെയ്യേണ്ട പല്ലുകളെയും കൂടി കോംപ്രമൈസ് ചെയ്യും. പിന്നെ ഒരു 3 വയസ്സ് വരെയാണ് നമ്മുടെ വായിൽ പാൽപ്പല്ലുകളുള്ളത്. അതിനുശേഷം ഒരു 6 വയസ്സിലാണ് നമ്മൾ മുന്നിലത്തെ താഴത്തെ പാൽപ്പല്ലുകൾ പോയി അവിടെ പല്ല് വരുന്നതും പിന്നെ നമ്മുടെ അണപ്പല്ല് വരുന്നതും. അപ്പോൾ 3 വയസ്സിന് ശേഷമെങ്കിലും എവറി 6 months നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഒരു ഡെൻ്റൽ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ച് എല്ലാ പ്രോബ്ലംസും നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു ഗോ. പിന്നെ പല്ലിന് നമ്മുടെ പാൽപ്പല്ലിനായാലും നമ്മുടെ പെർമനൻറ്റ് പല്ലുകൾക്കായാലും 3 ലെയേഴ്സാണുള്ളത്. ആദ്യം ഇനാമൽ, പിന്നെ ഡെൻറ്റിൻ, പിന്നെ പൾപ്പ്. പൾപ്പാണ് ഇന്നമോസ്റ്റ് ലെയറും അതിലാണ് നമ്മുടെ ബ്ലഡ് വെസൽസും നെർവ്സൊക്കെ ഉള്ളത്. അപ്പോൾ ആ ലെയറിലേക്ക് ഡീക്കേ എത്തുമ്പോഴാണ് നമുക്ക് അസഹ്യമായ വേദന വരുന്നത്, വേരിൻ്റെ അറ്റത്തേക്ക് പഴുപ്പ് വരുന്നതൊക്കെ. അപ്പോൾ ഈ ഡീക്കേസ് നമ്മൾ ആദ്യമേ ഇനാമൽ അല്ലെങ്കിൽ ഡെൻറ്റിൻ സ്റ്റേജിൽ കണ്ടുപിടിച്ച് നേരത്തെ അതിനെ അറസ്റ്റ് ചെയ്ത് ആ ഡീക്കേയുള്ള ഭാഗം മാത്രം റിമൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ ഫിൽ ചെയ്ത് നമുക്ക് സംരക്ഷിക്കാം. പക്ഷെ പിന്നീട് പൾപ്പിലേക്കും കൂടി എത്തിയ ഒരു കേടാണെങ്കിൽ നമ്മൾ വലിയവരിലൊക്കെ നമ്മൾ വേര് ചികിത്സയൊക്കെ ചെയ്യുന്ന പോലെ റൂട്ട് കനാലൊക്കെ ചെയ്യുന്ന പോലെ പൾപ്പെക്ടമി, പൾപ്പോട്ടമി എന്നാണ് നമ്മളത് കുട്ടികളിൽ പറയുക. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. ഇത് കൂടാതെ ചില കുട്ടികൾക്ക് അവരുടെ വരുന്ന പെർമനൻറ്റ് പല്ലുകളിൻ്റെ സർഫസിലുള്ള ഗ്രൂവ്സ് നമ്മൾ പിറ്റ്സ് ആൻഡ് ഫിഷേഴ്സ് എന്ന് പറയും, അതൊക്കെ ചിലപ്പോൾ ഡീപ്പായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്കൊരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് പിറ്റ്സ് ആൻഡ് ഫിഷർ സീലൻസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. പിറ്റ്സ് ആൻഡ് ഫിഷർ സീലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്ലൂറൈഡ് റിലീസിങ് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ആ ഗ്രൂവ്സൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ ആഴത്തിൽ ഈ ഗ്രൂവ്സിൽ പോയി ഭക്ഷണം ചെന്നിരിക്കുക, എന്നിട്ട് അവിടെ ബാക്ടീരിയയുടെ ആക്ടിവിറ്റി കാരണമുള്ള ഡീക്കേസൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് നാൾ കഴിഞ്ഞ് തേഞ്ഞു പോകുന്നൊരു സാധനമാണ് ഈ പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ്. പക്ഷേ ഇത് തേഞ്ഞു പോകുമ്പോഴേക്കും കുട്ടികൾ അവരുടെ ഓറൽ ഹൈജീൻ ഹാബിറ്റ്സൊക്കെ നന്നായി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കേട് വരാണ്ട് പല്ലിന് ഒരുപാട് നാളങ്ങനെ വെക്കാൻ പറ്റും. ഇതല്ലാണ്ട് പിന്നെ വേറൊരു കൺസേൺ കണ്ടുവരുന്നത് മാലലൈൻമെൻ്റ് ആണ്. അതായത് പല്ല് തിക്കി തിരക്കി വരിക, അല്ലെങ്കിൽ പല്ല് മുന്നിലേക്ക് കയറി നിൽക്കുക, ഇറങ്ങി നിൽക്കുക. ഇതും കോമൺലി കാണുന്നതാണ് കുട്ടികൾക്കെല്ലാം. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഒരു 12 വയസ്സാകുമ്പോഴേക്കും എല്ലാവരും കമ്പി ഇട്ടവരാണ് പല്ലിലൊക്കെ. അപ്പോൾ ഇതിന് ഒരു മെയിൻ റീസൺ കുട്ടികളുടെ വളർന്നു വരുന്ന പ്രായത്തിലെ ഹാബിറ്റ്സ് ആണ്. ഈ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് വിരൽ കുടിക്കുന്നതാവാം, വായ തുറന്ന് ഉറങ്ങുന്നതാവാം, അല്ലെങ്കിൽ നാവ് കൊണ്ട് പല്ലുകളെ മുന്നിലേക്ക് ഉന്തുന്നതൊക്കെ ആവാം. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ പല്ലുകളിൽ ഒരു ഇഫക്റ്റ് ഉണ്ട്. ഇത് പല്ലുകളിൽ ഗ്യാപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മുന്നിലത്തെ പല്ലുകളുടെ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുക, പിന്നെ താഴത്തെ പല്ലുകൾ പിന്നിലേക്ക് റിട്രോക്ലൈൻഡ് ആയി നിൽക്കുക. ഇതൊക്കെയാണ് ഇതിൽ കാണുന്ന ഇഫക്ട്സ്. അത് മാത്രമല്ല വായ തുറന്നുറങ്ങുന്ന കുട്ടികളുടെ മുഖം നീണ്ടു വരിക. ഇതൊക്കെയാണ് ഈ ഹാബിറ്റ്സ് കാരണം മുഖത്തുള്ള പല്ലിലുമുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നത്.
അപ്പോൾ ഇപ്പോൾ വായ തുറന്ന് ഉറങ്ങുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് കുട്ടി വായ തുറന്ന് ഉറങ്ങുന്നതെന്നൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അഡിനോയിഡ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നമുള്ള കാരണം ചിലപ്പോൾ മൂക്ക് കൂടെ അവർക്ക് ശ്വാസം വലിക്കാൻ പറ്റാതെ അവർ വായിലൂടെ ശ്വാസം വലിക്കുന്നതായിരിക്കാം. ടം സക്കിങ് ആണെങ്കിലും അതെ, വിരൽ കുടിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് വായുടെ ഉള്ള ഈ ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസസ് എന്നാണ് നമ്മളതിനെ പറയുക. അതൊക്കെ ഉപയോഗിച്ച് ഈ ഹാബിറ്റ്സിനെ നമ്മൾ നിർത്തിക്കൊണ്ടുവരണം, എന്നാലേ ഈ പല്ലിൻ്റെ പ്രോബ്ലംസൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹാബിറ്റ്സ് അല്ലാണ്ട് പിന്നെ ഒരു പ്രശ്നം വരുന്നത് കുട്ടികളുടെ അവരുടെ ജന്മന ഉള്ള സ്കെലറ്റൽ പാറ്റേൺ ആണ്. ചില കുട്ടികൾക്ക് മുകളിലത്തെ ജോ കുറച്ച് ഫ്രണ്ടിലേക്കും അല്ലെങ്കിൽ താഴത്തെ ജോ കുറച്ച് മുന്നിലേക്കൊക്കെ കൂടുതൽ വളരുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ പ്രോബ്ലംസൊക്കെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 7 to 8 ഇയേഴ്സിലാണ്, ആ ഗ്രോയിങ് ഏജിലാണ് ഇതിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ദർ സംതിങ് കോൾഡ് മയോ ഫങ്ഷണൽ അപ്ലയൻസസ്. അത് മസിലിൻ്റെ ഫോഴ്സ് അതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ മെത്തഡോളജി. അപ്പോൾ ഈ വളർന്നു വരുന്ന പ്രായത്തിൽ നമ്മൾ ഈ പ്രോബ്ലംസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ വേണ്ടി വരുന്ന സർജറി അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ഓർത്തഡോണ്ടിക്, ഫിക്സ്ഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ സമയവും കുറച്ചെടുക്കാൻ പറ്റും. പിന്നെ സർജറി വേണ്ട കേസിനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഡ്യൂറേഷൻ കുറച്ച് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാതെ വരുന്നതാണ് പല്ല് ചെരിഞ്ഞ് വരിക, സ്ഥലമില്ലാത്ത കാരണം ചെരിഞ്ഞ് നിൽക്കുന്ന പല്ല് അല്ലെങ്കിൽ പിന്നിലായിട്ട് വരുന്ന പല്ല് ഒക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് പല്ലുകൾ ഓരോന്ന് വരുന്നതും അതിൻ്റേതായ സമയത്താണ്. അപ്പോൾ നേരത്തെ പല്ല് പറഞ്ഞു പോവുക അല്ലെങ്കിൽ കേട് വന്ന് പോവുക ഒക്കെ ഉണ്ടാവുമ്പോൾ സൈഡിലെ പല്ലുകൾക്ക് ഈ ഗ്യാപ്പിലേക്ക് ചെരിഞ്ഞ് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ചെരിഞ്ഞ് വരുമ്പോൾ ആ പ്രായത്ത് മുളയ്ക്കേണ്ട പല്ലിന് വരാൻ സ്ഥലമില്ലാണ്ടാവുമ്പോൾ അത് മുന്നിലോ പിന്നിലോ ഒക്കെ ആയിട്ട് വന്ന് തിക്കിത്തിരക്കി അവിടെ പല്ലുകൾക്ക് സ്ഥലമില്ലാണ്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ ഒരു 90% ഓഫ് ദ പ്രോബ്ലംസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. ആസ് വി ഓൾവേസ് സേ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ഇതെല്ലാം കറക്റ്റ് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ പല്ലുകളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വായിലുള്ള നാവ്, ഓറൽ ക്യാവിറ്റിയിലുള്ള നമ്മുടെ കവിളിൻ്റെ ഉൾഭാഗം ഒക്കെ. അപ്പോൾ പലപ്പോഴും കുട്ടികളുടെ വായിൽ നമ്മൾ വായ്പുണ്ണൊക്കെ വരുമ്പോൾ എല്ലാം വായ്പുണ്ണാണെന്ന് വിചാരിച്ച്, അതും പ്രത്യേകിച്ചും റിക്കർ ചെയ്ത് വരുമ്പോൾ എപ്പോഴെപ്പോഴും വരുമ്പോൾ അതിനെയും നമ്മൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് വൈറസസ് ലൈക്ക് ഓറൽ ഹെർപ്പിസ്, ചിലർക്ക് ചിക്കൻ പോക്സ് വരുമ്പോൾ ഒക്കെയാണ് വായിലും നമ്മൾ ലീഷൻസ് കാണും. ചിലപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, കുട്ടിക്ക് പോഷകാഹാരങ്ങളുടെ കുറവ് കാരണവും വായിൽ വായ്പുണ്ണുകൾ വരാം, അല്ലെങ്കിൽ ഇതുപോലത്തെ മുറിവുകളൊക്കെ കാണുമ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കുട്ടികളിൽ എപ്പോഴും ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ അച്ഛനമ്മമാർ വേണം എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട്. എപ്പോഴും അത് ഹാബിറ്റ് ആക്കാൻ നോക്കുക. രാത്രി ബ്രഷ് ചെയ്തിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് എപ്പോഴും ഒരു ശീലമാക്കാൻ നോക്കുക. പ്രത്യേകിച്ചും രാത്രിയിൽ ആവുമ്പോൾ കുട്ടികൾ രാവിലെ ഒരു സംസാരം, ഭക്ഷണം കഴിക്കലൊക്കെ കാരണം എപ്പോഴും വായൊരു സെൽഫ് ക്ലെൻസ്ഡ് ആയിരിക്കും. പക്ഷേ രാത്രി അങ്ങനെയല്ല. രാത്രി അവർ കിടന്നുറങ്ങുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്നെയും വായിൽ തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ ബാക്ടീരിയ ഒരുപാട് നേരം അതിൽ ആക്ട് ചെയ്ത് കേടുകൾ കൂടുതൽ വരുത്താനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ രാത്രി എപ്പോഴും അതൊരു ഹാബിറ്റ് ആക്കുക, ബ്രഷ് ചെയ്തതിന് ശേഷം മാത്രം കിടന്നുറങ്ങുക എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഒരു ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളത് അവരുടെ ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ എപ്പോഴും പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ.